Praise the Lord. Hallelujah. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ ലൈവിൽ ആദ്യമായി പങ്കെടുക്കുന്നവരുണ്ടാകാം, എല്ലാ ദിവസവും വചനം കേൾക്കുന്നവരുണ്ടാകാം. എന്നാൽ വചനം കേൾക്കുമ്പോൾ നമ്മളിൽ വളരേണ്ടത് വെറും അറിവല്ല, സ്നേഹമാണ്, കരുണയാണ്, മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ഹൃദയമാണ്, പ്രാർത്ഥിക്കുന്ന ആത്മാവാണ്. ഇന്ന് നാം ഓർക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട പല തകർച്ചകളെയും ദൈവം തടഞ്ഞു നിർത്തിയിട്ടുണ്ട് എന്നതാണ്. ഈ പകലിൽ കാലിൽ കല്ലിൽ തട്ടാതെ, കാലിനെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് നിന്നെ തടഞ്ഞു നിർത്തിയ, സൂക്ഷിച്ച, പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തത. ഹല്ലേലൂയ, ആമേൻ. ചെങ്കടലിന് മുമ്പിൽ നിന്ന് ജനത്തെ രക്ഷിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഈ സമയം എല്ലാ ഭാരങ്ങളും യേശുവിന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആരാധനയിലേക്ക് പ്രവേശിക്കാം. യേശുവേ, എൻ ജീവനാഥാ, എൻ വഴിയിലെ വെളിച്ചമേ, ചെങ്കടലിൽ നടുവിലൂടെ വഴിയൊരുക്കും ദൈവമേ, തകർച്ചകൾ തടഞ്ഞിടുന്ന കരുണ നിറഞ്ഞ പിതാവേ, കണ്ണുനീരിനെ തുടച്ചിടുന്ന സ്നേഹമുള്ള യേശുവേ, നഷ്ടങ്ങളിൽ പ്രത്യാശ തന്ന് നന്മയിലേക്ക് നടത്തിടും, രോഗങ്ങളിൽ സൗഖ്യം നൽകി ശക്തിയോടെ ഉയർത്തിടും. നിന്നെ ഞങ്ങൾ സ്തുതിച്ചിടുന്നു. ഹൃദയം തുറന്ന് ആരാധിക്കാം. എൻ ജീവനും എൻ സർവസ്വവും യേശുവിനായി സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാൽ സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകുന്ന, വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രമിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിച്ചാണ്, ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിച്ചാണ്. മുഴുവൻ മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ, ആരാധനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. യേശുവേ, എൻ ജീവിതനാഥ, എൻ വഴിയിലെ വെളിച്ചമേ, ചെങ്കടലിൻ നടുവിലൂടെ വഴിയൊരുക്കും ദൈവമേ, പകർച്ചകൾ തടഞ്ഞിടുന്ന കരുണ നിറഞ്ഞ പിതാവേ, കണ്ണീരിനെ തുടച്ചിടുന്ന സ്നേഹമുള്ള യേശുവേ, നഷ്ടങ്ങളിൽ പ്രത്യാശ തന്ന് നന്മയിലേക്ക് നടത്തിടും, രോഗങ്ങളിൽ സൗഖ്യം നൽകി ശക്തിയോടെ ഉയർത്തിടും. നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു, ഹൃദയം തുറന്ന് ആരാധിക്കും. എൻ ജീവനും എൻ സർവവും യേശുവിനായി സമർപ്പിക്കും. ഹൃദയം യേശുവിനായി സമർപ്പിക്കും. ആ ജീവിതം സർവവും യേശുവിനായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമ്പൂർണമായി വിധേയപ്പെടുത്തു. ഹല്ലേലൂയ. അവർക്കായി ദൈവം ഇന്ന് രാത്രി വൻ കാര്യങ്ങൾ ചെയ്യുക. ഹല്ലേലൂയ. 2026 174 ദിവസം
ജൂൺ മാസത്തിൻ്റെ 23-ാം തീയതി ചൊവ്വാഴ്ച രാത്രി സ്നേഹതീരം പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റിലേക്ക് കൂടി വരുവാൻ സർവകൃപാലുവായി ദൈവം ഒരുക്കിയ മഹൽ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളികളാകുകയും വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുകയും ഇത് അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി തീരുവാൻ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇരുന്നവരും ഇരിക്കുന്നവരും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ വചന ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരുന്ന തകർച്ചകളെ ദൈവം തടഞ്ഞ് നിർത്തും എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന തകർച്ചകളെ ദൈവം തടഞ്ഞ് നിർത്തും. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. ആ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ വേദപുസ്തകത്തിലെ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യമാണ് ആമേൻ വായിക്കുന്നത്. ഹല്ലേലൂയ. പ്രാരംഭത്തിൽ ആമേൻ ആ വാക്യം ചിന്തിക്കാം. മോശ കടലിന്മേൽ കൈനീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. ആമേൻ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. മോശ കടലിന്മേൽ കൈനീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങി നിലം ആക്കി. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ ലൈവിൽ ആദ്യമായി വചനം കേൾക്കുന്നവരുണ്ടാകാം. ആമേൻ. ഒരുപക്ഷേ വർഷങ്ങളായി എല്ലാ ദിവസവും വചനം കേൾക്കുന്നവരുണ്ടാകാം. എന്നാൽ നാം ദിവസവും വചനം കേൾക്കുമ്പോൾ ആമേൻ നമ്മുടെ ജീവിതത്തിൽ ആമേൻ വരേണ്ടത് വെറും ബൈബിളിൽ കുറെ അറിവുകൾ മാത്രമല്ല. ആമേൻ. കുറെ ആമേൻ ബൈബിളിലെ ആമേൻ നോളജ് മാത്രമല്ല. ആമേൻ നമ്മളിൽ വരേണ്ടത് സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിൽ ആമേൻ വളരേണ്ടത് കരുണയാണ്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി അറിവും ഹല്ലേലൂയ ഒത്തിരി പാണ്ഡിത്യവും ഹല്ലേലൂയ സർട്ടിഫിക്കറ്റും ഉണ്ടായത് കൊണ്ടായില്ല പ്രിയരെ. ആമേൻ. അതെ, നമ്മുടെ ജീവിതത്തിൽ വളരേണ്ടത് ആമേൻ അതെ സ്നേഹമാണ്, കരുണയാണ്, മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ഹൃദയമാണ്. പ്രൈസ് ദി ലോർഡ്. തോറ്റുപോയവരെ വിധിക്കുന്ന മനസ്സല്ല, ചേർത്ത് പിടിക്കുന്ന മനസ്സാണ്. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജീവിതമാണ്. ആമേൻ. വചനം കേട്ട് അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ കൂടുതൽ അറിയുമ്പോൾ യേശുവിനെ പോലെ ആകേണ്ടതാണ്. ഹല്ലേലൂയ. പ്രിയരെ, ഇസ്രായേൽ ജനങ്ങൾ ചെങ്കടലിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവർക്ക് വഴി കാണാനായില്ല. പ്രൈസ് ദി ലോർഡ്. നാം വായിക്കപ്പെട്ട ആമേൻ തിരുവചനം ഹല്ലേലൂയ ആമേൻ നാം ശ്രദ്ധിക്കുമ്പോൾ ഹല്ലേലൂയ ഇസ്രായേൽ ജനങ്ങൾ ചെങ്കടലിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവർക്ക് വഴി കാണാനായില്ല. പ്രൈസ് ദി ലോർഡ്. മുന്നിൽ കടൽ ആർത്തട്ടഹസിക്കുകയാണ്. ആമേൻ. അതെ, ഒന്നിനു പുറകെ ഒന്നായി ഇരച്ച് ആമേൻ ഉയർന്നു വരുന്ന കൂറ്റൻ തിരമാലകൾ. ഹല്ലേലൂയ. പിന്നിൽ ശത്രുക്കൾ. ആമേൻ. ഹല്ലേലൂയ. അവർ ചിന്തിച്ചു എല്ലാം അവസാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പക്ഷേ അവർ കരുതി ഹല്ലേലൂയ എല്ലാം അവസാനിച്ചു. പക്ഷേ അവർ കാണാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. ആമേൻ. ദൈവം പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. ആമേൻ. മനുഷ്യർക്ക് അവസാനമായി തോന്നിയ സ്ഥലത്ത് ദൈവം ഒരു പുതിയ വഴി തുറന്നു. ഹല്ലേലൂയ. അതെ, കടലിനെ പോലും ദൈവം തടഞ്ഞു നിർത്തി. ആമേൻ. വെള്ളത്തെ രണ്ടായി മാറ്റി
ആമേൻ മരണത്തെ തടഞ്ഞു, ആമേൻ നാശത്തെ തടഞ്ഞു, തകർച്ചയെ തടഞ്ഞു. ഇന്ന് നിന്റെ ജീവിതത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. പ്രൈസ് ഗോഡ്. സംഭവിക്കേണ്ട ഒരു അപകടം സംഭവിച്ചില്ല, വരേണ്ട ഒരു രോഗം വന്നില്ല, തകരേണ്ട ആമേൻ ഒരു കുടുംബം ഇന്നും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. നഷ്ടപ്പെടേണ്ട ഒരു കാര്യം ഇന്നും നിന്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. നിനക്കറിയാതെ ദൈവം എത്ര കാര്യങ്ങൾ തടഞ്ഞു നിർത്തിയിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ വഴി അടഞ്ഞത്, എന്തുകൊണ്ടാണ് ഈ അവസരം നഷ്ടമായത്? ഹല്ലേലൂയ. എത്രയോ ആവർത്തി ആമേൻ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതെ, എന്തുകൊണ്ടാണ് ഈ വഴി അടഞ്ഞത്? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ അവസരം നഷ്ടമായി പോയത്? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് എനിക്കത് ലഭിക്കാതെ പോയത്? ഹല്ലേലൂയ. എൻ്റെ ജോലി നഷ്ടപ്പെട്ടത്, എനിക്ക് ആമേൻ അവസരം ലഭ്യമാകാതെ പോയത്? ഹല്ലേലൂയ. പിന്നീട് മനസ്സിലാകും അത് ദൈവത്തിന്റെ സംരക്ഷണമായിരുന്നു. ഹല്ലേലൂയ. ഒരു പക്ഷേ അത് അടഞ്ഞില്ലായിരുന്നെങ്കിൽ, ഒരു പക്ഷേ അത് ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നീ ഭൂമിയുടെ പരപ്പിൽ ആമേൻ ജീവനോടെ ഇരിക്കില്ലായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ചില അടഞ്ഞ വാതിലുകൾ ദൈവത്തിന്റെ കരുണയാണ്. ഹല്ലേലൂയ. ആമേൻ. ചില വൈകലുകൾ ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. ചില നഷ്ടങ്ങൾ ആമേൻ വലിയ നഷ്ടങ്ങളിൽ നിന്നുള്ള രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ ഇടപെടലാണ്. ഹല്ലേലൂയ. ഇന്ന് രോഗങ്ങളുമായി പോരാടുന്നവരുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. പരിശോധന ഫലം കാത്തിരിക്കുന്നവരുണ്ടാകാം. ആമേൻ. ഭയത്തോടെ കഴിയുന്നവരുണ്ടാകാം. എന്നാൽ ഓർക്കുക, വചനം പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആ ബ്ലഡിന്റെ റിസൾട്ടിന് വേണ്ടി, ആമേൻ, ഹല്ലേലൂയ, ആ ശരീരത്തിന്റെ അവയവങ്ങൾ മുറിച്ച്, ആമേൻ, അതെ, ആമേൻ, ബയോപ്സിക്ക് വേണ്ടി കൊടുത്തതിന്റെ റിസൾട്ടിന് വേണ്ടി, ആമേൻ, ആ ഹാർട്ടിന്റെ, ആമേൻ, ആ MRIയുടെ, ആമേൻ, റിസൾട്ടിന് വേണ്ടി, ആമേൻ, അതെ, കാത്തിരിക്കുന്നവരുണ്ടാകാം. ഹല്ലേലൂയ. രോഗങ്ങളുമായി പോരാടുന്നവരുണ്ടാകാം. ജീവിതത്തിൽ വിവിധമാകുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നവരുണ്ടാകാം. എന്നാൽ ഓർക്കുക, വചനം പറയുന്നു, വായിച്ചാട്ട്, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം, എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ശരീരത്തിൽ രോഗം പ്രവർത്തിക്കുന്നതിനേക്കാൾ വലിയ ശക്തി ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ. പ്രിയരെ, ഡോക്ടർമാർക്ക് കഴിയാത്തത് ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. മരുന്നുകൾക്ക് അപ്പുറത്തും ദൈവം പ്രവർത്തിക്കും. ചില സാമ്പത്തിക നഷ്ടങ്ങളിൽ തകർന്നിരിക്കാം. ചില ബന്ധങ്ങളുടെ തകർച്ചയിൽ വേദനിച്ചിരിക്കാം. ആമേൻ. ചിലർ ഭാവിയെ കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ടാകാം. പക്ഷേ ഇയ്യോബിന്റെ ജീവിതം ഓർക്കുക. എല്ലാം നഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഇയ്യോബ്. എന്നാൽ അവന്റെ ഹല്ലേലൂയ ആ കഥ നഷ്ടത്തിൽ അവസാനിച്ചില്ല. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു, ഇയ്യോബിന്റെ പുസ്തകം 42:12, യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു എന്ന്. ഹല്ലേലൂയ. പ്രിയരെ, നിന്റെ ജീവിതത്തിനും ദൈവം ഒരു പിൻകാലം ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. ഇന്ന് കണ്ണുനീരാണെങ്കിൽ നാളെ സാക്ഷ്യമുണ്ടാകും. ആമേൻ. ഇന്ന് പോരാട്ടമാണെങ്കിൽ നാളെ വിജയമുണ്ടാകും. പ്രിയരെ, ദൈവം എപ്പോഴും പ്രശ്നങ്ങളെ മാറ്റുന്നില്ല. പക്ഷേ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മെ കാത്തു സൂക്ഷിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും അവന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവജനം ഇരുകരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണമേ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ചെങ്കടൽ ഉടനെ മാറ്റിയില്ല. പക്ഷേ സമയമായപ്പോൾ വഴിയാക്കി. ഹല്ലേലൂയ. തീച്ചൂള ഇല്ലാതാക്കിയില്ല. പക്ഷേ
അതിനുള്ളിൽ കൂടെ നടന്നു. ആമേൻ. സിംഹത്തിന്റെ കുഴി ആമേൻ അടച്ചില്ല, പക്ഷേ സിംഹങ്ങളുടെ വായടച്ചു. അതാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരോട് ഒരു കാര്യം ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ. വചനം കേൾക്കുന്നത് ശീലം മാത്രമാകരുത്. വചനം നമ്മുടെ ഹൃദയത്തെ മാറ്റണം. കൂടുതൽ സ്നേഹമുള്ളവരാകണം, കൂടുതൽ ക്ഷമിക്കുന്നവരാകണം, കൂടുതൽ ആമേൻ കരുണയുള്ളവരാകണം, മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം, വചനം പങ്കുവെക്കുന്നവരാകണം. എല്ലാറ്റിനുമുപരി നമ്മെ താൽക്കാലിക പ്രശ്നങ്ങളിൽ നിന്നും മാത്രം രക്ഷിക്കാനല്ല യേശു വന്നത്, നമ്മുടെ പാപങ്ങളിൽ നിന്നും അതെ രക്ഷിക്കാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നേക്കാ 2026 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ ഫലസ്തീനായി ആമേൻ യേശു ആമേൻ ജനിച്ചത്. ഹല്ലേലൂയ. അവൻ വളർന്നത്, അവൻ ശുശ്രൂഷിച്ചത്, ആമേൻ അവൻ ക്രൂശിൽ യാഗമായി തീർന്നത്, ആമേൻ അതേ മരണത്തെ പാതാളത്തെ അതിജീവിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത്. ഹല്ലേലൂയ. ആമേൻ മാനവകുലത്തെ അവരുടെ പാപത്തിൽ നിന്നും ആമേൻ രക്ഷിക്കുവാനത്രേ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യം. ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ആ ചെങ്കടലിന്റെ മുമ്പിൽ മോശ കൈനീട്ടിയപ്പോൾ ഹല്ലേലൂയ ഒരു ദൈവത്തിന്റെ മഹത്വം, ഒരു ഗ്ലോറി ആമേൻ വെളിപ്പെടുവാനിടയായി. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ നിലവിളി കേട്ട്, അവരുടെ കഷ്ടത കണ്ട്, അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് ആമേൻ ദൈവം അവരിലേക്ക് ഇറങ്ങി വന്നത് മോശയിലൂടെയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ആമേൻ അതേ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, അവ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്നും എന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയുമില്ല. Praise the Lord. Hallelujah. ആർക്കും നിന്നെ തകർക്കുവാൻ കഴിയാത്ത, ആമേൻ ആർക്കും നിന്നെ ഉടയ്ക്കുവാൻ കഴിയാത്ത, ആർക്കും നിന്നെ ഇല്ലാതാക്കുവാൻ കഴിയാത്ത വിധത്തിൽ പ്രൊട്ടക്ഷനായി, സംരക്ഷകനായി അത് വെളിപ്പെടുന്ന ദൈവത്തിന്റെ ഗ്ലോറി. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകില്ല, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയുമില്ല. ദൈവത്തിന്റെ പൈതലെ, യേശുവിലൂടെയുള്ള ആമേൻ സംരക്ഷണം, ഹല്ലേലൂയ, യേശുവിലൂടെയുള്ള കരുതൽ, യേശുവിലൂടെയുള്ള പ്രൊട്ടക്ഷൻ, ഹല്ലേലൂയ. ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ദിവസം അവസാനം വരും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ യേശു ക്രിസ്തുവിലുള്ള ജീവൻ നിത്യമാണ്. അതിനാൽ ഇന്നത്തെ രാത്രി അവനിൽ വിശ്വസിക്കൂ. ആമേൻ. അവനോട് ചേർന്നിരിക്കൂ. അവന്റെ വചനം മുറുകെ പിടിക്കൂ. നിന്റെ ജീവിതത്തിൽ വരാൻ ശ്രമിക്കുന്ന തകർച്ചകളെ ദൈവം തടഞ്ഞു നിർത്തും. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിനെ ദൈവം ആമേൻ ഒരു അതിരിടും. ഹല്ലേലൂയ. നിന്റെ നഷ്ടങ്ങൾക്ക് ദൈവം ഒരു പരിഹാരം ഒരുക്കും. ആമേൻ. നിന്റെ വഴിയില്ലാത്ത സ്ഥലത്ത് ദൈവം ഒരു വഴി തുറക്കും. ആമേൻ. ചെങ്കടല് ആമേൻ തടഞ്ഞു നിർത്തിയ ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ദൈവത്തിന്റെ ജനം ആമേൻ പ്രാർത്ഥിക്കുന്നവരായിരുന്നു, നിലവിളിക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ. അവരുടെ നിലവിളി കേട്ട, അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ്, ആമേൻ അവരുടെ കഷ്ടങ്ങൾ കണ്ട്, ആമേൻ അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്ന ദൈവം അവരെ മുമ്പോട്ട് നയിക്കുമ്പോൾ ഇതാ അവർ പിറുവിറുക്കുകയാണ്. ആ പിറുവിറുപ്പിന്റെ മുമ്പിൽ ആമേൻ ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം, ആമേൻ ഹല്ലേലൂയ, ഹോരേബിൽ കയറി ചെന്ന് മോശയുടെ കയ്യിൽ ഇരുന്ന വടി നീട്ടിയപ്പോൾ വെളിപ്പെട്ടത്. ആമേൻ. ഇന്ന് രാത്രി നിന്റെ കൂടെ ആയിരിക്കുന്ന ഭാര്യ, മക്കൾ, ഭർത്താവ്, അല്ലെങ്കിൽ നിന്റെ കൂടെ ആയിരിക്കുന്ന ജീവിതങ്ങൾ പിറുപിറുക്കുമ്പോൾ പിന്മാറി പോകുന്നവരായിട്ടല്ല, എല്ലാം അവസാനിപ്പിച്ച് ഒതുങ്ങി പോകുന്നവരായിട്ടല്ല. സ്വർഗം നിന്നെ ആമേൻ വിളിച്ചപ്പോ ഒഴിവ് കഴിവ് പറഞ്ഞ് പിന്മാറാൻ നോക്കിയ സാഹചര്യത്തിൽ നിന്ന് ദൈവം നിന്നെ ചേർത്ത് പിടിച്ച ആ ഹോരേബിൽ എത്തിച്ച ആ
മഹത്വം കാണുമാറാക്കിയവ അധികാരത്തിന്റെ ആമേൻ വടി നിന്റെ കയ്യിൽ നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞ മുമ്പിലുള്ള തടസ്സങ്ങളെ കണ്ട് പിന്മാറാതെ ആമേൻ പിറുപിറുപ്പ് ആമേൻ സഹിക്കവയ്യാതെ പിന്മാറാതെ ഇന്ന് രാത്രി ആമേൻ നിന്റെ കയ്യിലിരിക്കുന്ന അധികാരത്തെ നീ ഉപയോഗിക്കുവാൻ തയ്യാറെങ്കിൽ ഹല്ലേലൂയ ആമേൻ വെള്ളം രണ്ടായി വിഭജിക്കപ്പെട്ടതുപോലെ ഇന്ന് രാത്രി നിന്റെ മുമ്പിലുള്ള തടസ്സങ്ങൾ അത് വിഭജിക്കപ്പെടും. ആമേൻ ആർക്കും തുറക്കാത്ത വഴി സ്വർഗം ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ തുറന്നുവിടും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അത് നിന്റെ വഴിയില്ലാത്ത സ്ഥലത്ത് ദൈവം ഒരു വഴി തുറക്കും. ആമേൻ. ചെങ്കടലിനെ തടഞ്ഞു നിർത്തിയ ദൈവം ഇന്നും ജീവിക്കുന്നു. ആമേൻ. നിന്റെ ജീവിതത്തിലും അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ. ആ ചെങ്കടൽ കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി അവസാനിച്ചില്ല. രക്ഷിപ്പാൻ കഴിയാതെ കണ്ട് അവന്റെ കരം കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ കണ്ട് അവന്റെ ചെവി മന്ദമായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എവിടെയെല്ലാം നിലവിളിച്ചിട്ടുണ്ടോ ആ മാളിക മുറിക്കകത്ത് ആമേൻ കൂടി ഇരുന്നപ്പോൾ ആമേൻ പകർന്ന ആത്മാവിന്റെ അഭിഷേകം. ഹല്ലേലൂയ. ആമേൻ. അതേ കാരാഗൃഹത്തിന്റെ അകത്തടത്തിൽ അഭിഷക്തന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പാടി തുടങ്ങിയപ്പോൾ ആത്മാവിന്റെ സാന്നിധ്യം അവിടെ ഗ്ലോറിയായി ഇറങ്ങിയപ്പോൾ കാരാഗൃഹത്തിന്റെ അടിത്തറ ഇളകിയെന്ന് ആമേൻ ബന്ധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെട്ടെന്ന് ഇന്ന് രാത്രി അഭിഷക്തരെ ആമേൻ കൂടപ്പിറപ്പേ മാതാവേ പിതാവേ അഭിഷേകമുള്ള നിന്നെ കാരാഗൃഹത്തിനകത്ത് പൂട്ടി ആമേൻ ഇട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവിടെ നീ തീരാനല്ല, അവിടെ നീ ഒതുങ്ങാനല്ല, അവിടെ നിന്നോട് ഒരു മഹത്വം ഒരു ഗ്ലോറി ആമേൻ വെളിപ്പെടുവാനുണ്ട്. അന്തരാത്മാവിൽ പ്രാപിച്ച ആത്മാവിന്റെ നിറവോടെ നീ പ്രാർത്ഥിക്കുമ്പോ നീ ആരാധിക്കുമ്പോ നിന്റെ ബന്ധനങ്ങൾ അഴിയും. കാരാഗൃഹത്തിന്റെ അടിത്തറ ഇളകും. കാരാഗൃഹ പ്രമാണി കുടുംബവും അതേ രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ അംഗമായി മാറിയതുപോലെ ഓ നിന്റെ വേദന നിന്റെ കഷ്ടത ഓ നിന്റെ പ്രയാസ ആമേൻ നിന്റെ അവസാനമല്ല, ഒരു ഗ്ലോറി ഒരു മഹത്വം വെളിപ്പെടുന്ന ഒരു വേദിയായി മാറുകയാ. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്ന ദൈവജന കരമടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജുഡാബന ഹതുരി ദിഗൽ കബന ഗദനഗസി. ഓ ഇത്ര നാൾ ഓടിയിട്ട് ഇത്ര നാൾ പ്രസംഗിച്ചിട്ടോ ഇത്ര നാളും കർത്താവിന് വേണ്ടി ചെലവിട്ടിട്ടോ ആമേൻ ഹല്ലേലൂയ എൻ്റെ അവസ്ഥ മാറുന്നില്ലല്ലോ. ഓ എൻ്റെ കണ്ണുനീര് കാണുന്നില്ലല്ലോ. ആമേൻ. ഇസ്രായേലിൻ്റെ കണ്ണുനീര് കണ്ട് നിലവിളി കേട്ട് അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് മോശയിലൂടെ ഇറങ്ങി വന്ന ദൈവം ഹല്ലേലൂയ ഏദനിൽ രാജാക്കന്മാരെ പോലെ വാഴുവാനാക്കി വെച്ച കുടുംബത്തെ തകർത്ത ദുഷ്ട പിശാചിനെ തകർക്കുവാൻ സ്ത്രീയുടെ സന്തതിയെ ആമേൻ സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്നുള്ള ആ പ്രവചന ശബ്ദം ആമേൻ അതേ മാളിക മുറിയിൽ ഇരുന്നവരുടെ മേൽ പകരപ്പെടുവാൻ ഇടയായി തീർന്നത് ആമേൻ ഒരു രാത്രി ദൂതന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ഒരൊറ്റ വ്യക്തിയുടെ ആമേൻ സമർപ്പണത്തില ഇതാ നിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇതാ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന ഒരുവൻ ആമേൻ മറിയയുടെ ഉദരത്തിലൂടെ പുറത്തു വരുവാൻ ഒരു സമർപ്പണം ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുവാൻ നീ തയ്യാറാണോ? നിന്റെ സമർപ്പണത്തിലൂടെ യേശു പുറത്തു വരൂ. അവന്റെ ശക്തി പുറത്തു വരൂ. മരണത്തെ പാതാളത്തെ അതിജീവിച്ച മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ആ ശക്തി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മാളിക മുറിയിൽ ഇരുന്ന് പ്രാപിച്ച ആത്മ സാന്നിധ്യം ആത്മാവിന്റെ അഭിഷേകം ആമേൻ അവരുടെ അകത്ത് ആമേൻ വെളിപ്പെട്ടപ്പോ അവർ പോയെടുത്തെല്ലാം അത് പ്രകടമായത്. ഹല്ലേലൂയ. നീ ചെല്ലുന്നിടത്ത് നിന്റെ കാല് ആ പാദം വെക്കുന്നിടത്ത് ആമേൻ ചില പൈശാചിക മേഖലകൾ അടിയറവെക്കുവാനിടയാകത്തക്ക വിധത്തിൽ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രി. ആമേൻ. ഹല്ലേലൂയ. ഓ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല കേട്ടോ. ആമേൻ. മറിയ ആമേൻ അതേ ദൂതന്റെ വാക്കുകളുടെ മുമ്പിൽ ആമേൻ സമയം നഷ്ടപ്പെടുത്തുവാൻ പലതും പറഞ്ഞു നോക്കി.
ഹല്ലേലൂയ. മോശ പറഞ്ഞു നോക്കി, ഹല്ലേലൂയ, ആമേൻ, എന്നെ കൊണ്ടൊക്കത്തില്ലെന്ന്, എന്റെ നാവ് തടിച്ചതാണെന്ന്, ആമേൻ, എനിക്ക് വാക്ചാതുര്യം ഇല്ലെന്ന്, ഹല്ലേലൂയ. ഒഴിവ് കഴിവ് പറഞ്ഞ് പോകാൻ നോക്കിയവനെ പറഞ്ഞു വിടാതെ ചേർത്ത് നിർത്തി, ഹല്ലേലൂയ, മഹത്വം വെളിപ്പെടുത്തി, ഗ്ലോറി വെളിപ്പെടുത്തി, ഹല്ലേലൂയ, ആമേൻ. ഇതാ മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ, ആമേൻ, ഹല്ലേലൂയ, ആ പ്രവചന ശബ്ദം ആത്മാവിൽ ചലിച്ചു തുടങ്ങുന്നു. ഇന്ന് രാത്രി ആത്മാവിൽ ആമേൻ ചിലരോട് ദൂത് പറയാ, നീ കേട്ട ആ പ്രവചനം, ഹല്ലേലൂയ, എപ്പോഴാ? ആ തകർച്ചയിലെ, ഹല്ലേലൂയ, കൂട്ടുകൂടിയുമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ, ആമേൻ, ആ ഭവനത്തെ തകർത്തപ്പോൾ, ഹല്ലേലൂയ, പരസ്പരം കുറ്റം പറഞ്ഞ് പഴി പറഞ്ഞ് ഒതുങ്ങിയിരിക്കുന്ന സമയത്ത് കേട്ട ദൂത, ഹല്ലേലൂയ, ഉപവാസ പ്രാർത്ഥനയുടെ നടുവിലല്ലെന്ന്, കൺവെൻഷന്റെ നടുവിലല്ലെന്ന്, ആരാധനയുടെ നടുവിലല്ലെന്ന്, ഹല്ലേലൂയ, ആദാം നീ എവിടെ? ഹല്ലേലൂയ, എന്നല്ല, മനുഷ്യ നീ എവിടെ? ഹല്ലേലൂയ, ആമേൻ. ആ ചോദ്യത്തിന്റെ മുമ്പിൽ വൃക്ഷങ്ങളുടെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന, ആമേൻ, ആദം ഹൗവ, ആമേൻ. ഇന്ന് ഒളിഞ്ഞിരിക്കുന്ന ആരോടൊക്കെയോ, മറഞ്ഞിരിക്കുന്ന ആരോടൊക്കെയോ മറനീക്കി സ്വർഗ്ഗം ഇടപെടുന്ന രാത്രി, രാത്രി, ആമേൻ, ഹല്ലേലൂയ, ഈ തലമുറയിൽ, ആമേൻ, മഹിമ കണ്ട സാക്ഷിയായി, ഹല്ലേലൂയ, ആമേൻ, ദൈവരാജ്യത്തിന്റെ വക്താക്കളായി, ഹല്ലേലൂയ, ഈ കാലഘട്ടങ്ങളിൽ ദൈവം ഉപയോഗിക്കുവാൻ മുൻകണ്ടിരിക്കുന്ന, ആമേൻ, നിന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ആമേൻ, വരുന്ന പ്രതിസന്ധികൾ തടയുന്നവൻ, ഹല്ലേലൂയ. നോക്കണമേ, ഇസ്രായേൽ, ഹല്ലേലൂയ, വായിച്ചാട്ട ആ വാക്യം ഒന്നുകൂടെ, ഹല്ലേലൂയ, പ്രാരംഭത്തിൽ വായിച്ച വാക്യം, ആമേൻ, ജീസസ്, ഹല്ലേലൂയ. മോശ കടലിന്മേൽ കൈനീട്ടി, മോശ കടലിന്മേൽ കൈനീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവനും, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചു, ആമേൻ, കടലിനെ പിൻവാങ്ങിച്ച്, ആമേൻ. മോശയോട് ദൈവം പറഞ്ഞത് അവൻ, ആമേൻ, ശിരസ വഹിച്ച്, ആമേൻ, ചെയ്യാൻ തയ്യാറായപ്പോ, അല്ല, മോശ എന്താ ചെയ്തേ? വായിച്ചു. മോശ കടലിന്മേൽ കൈനീട്ടി, ആമേൻ, ഹല്ലേലൂയ. മോശ കടലിന്മേൽ എന്ത് ചെയ്തു? കൈ നീട്ടി. ഹല്ലേലൂയ, ആമേൻ. നോഹയോട് ദൈവം പറഞ്ഞ കണക്ക് കൃത്യമായി, ആമേൻ, തെറ്റിക്കാതെ, ആമേൻ, അവൻ മിസ്യൂസ് ചെയ്യാതെ പെട്ടകം പണിതു, ആമേൻ, അത് പൂർത്തീകരിച്ചു, ആമേൻ. അതിനകത്ത്, ഹല്ലേലൂയ, നോഹയും കുടുംബവും, ആമേൻ, ദൈവം, ആമേൻ, അതിനകത്താക്കിയ മൃഗങ്ങളും, ഹല്ലേലൂയ. പ്രിയരെ, ദൈവം പറയുന്നത് ചെയ്താൽ അതൊരിക്കലും പാഴാകത്തില്ല. പ്രളയം വന്നപ്പോൾ, ആമേൻ, അവർ സുരക്ഷിതരായി, ആമേൻ. ഇന്ന് രാത്രി നീ മാത്രമേ ഉള്ളോ, നീയും നിന്റെ കുടുംബവും മാത്രമേ ഉള്ളോ, നീയും നിന്റെ, ആമേൻ, ചുരുക്കം ചിലരും മാത്രമേ ഉള്ളൂ, ആമേൻ. നിന്റെ ഉപവാസം വൃഥാവാകത്തില്ല, നിന്റെ ആരാധന വൃഥാവാകത്തില്ല, നിന്റെ പ്രാർത്ഥന വൃഥാവാകത്തില്ല, ആമേൻ, നിന്റെ പണി വൃഥാവാകത്തില്ല. ദൈവം പറഞ്ഞിട്ടാ നീ ചെയ്യുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട്, ഹല്ലേലൂയ, വലുതാ. ഹല്ലേലൂയ. യഹോവ അന്ന് രാത്രി മുഴുവനും, യഹോവ അന്ന് രാത്രി മുഴുവനും, മോശേ, നീ ചെയ്യാൻ, ആമേൻ, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ, ഹല്ലേലൂയ, ആമേൻ. രാത്രി ദൈവത്തിന് ഒരു വിഷയമല്ല. ഹല്ലേലൂയ. അവൻ ഉറങ്ങാത്തവനാണ്, അവൻ മയങ്ങാത്തവനാണ്. ഹല്ലേലൂയ. മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട്, മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച്
ഉണങ്ങിയ നിലമാക്കി. ആമേൻ. എൻ്റെ വീട്ടില്, ഞാനിപ്പോ പാർക്കുന്ന വീട്ടില് ഒരു കിണറുണ്ട്. ആമേൻ. ആ കിണറൊന്ന് തേകുവാനായിട്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ വലിയൊരു മോട്ടർ കൊണ്ടുവന്ന് ആമേൻ മണിക്കൂർ കണക്കിന് ആമേൻ പമ്പ് ചെയ്തിട്ടാണ് അതിലെ വെള്ളം ഒന്ന് വറ്റിച്ചത്. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ സ്വദേശത്ത് കണ്ണൂരില് ആമേൻ ഈ കഴിഞ്ഞ ആമേൻ വേനൽ അവധിക്ക് ആമേൻ കിണറൊന്ന് വൃത്തിയാക്കുവാനായിട്ട് ആമേൻ വെള്ളം വറ്റിക്കുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മണിക്കൂറുകൾ മോട്ടർ വെച്ച് പമ്പ് ചെയ്ത് ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. ആമേൻ ആളുകൾ ആവശ്യമാണ്. നോക്കിക്കേ, ആമേൻ മോശ കയ്യിലിരുന്ന വടി ആമേൻ അധികാരത്തെ കാണിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ ഒഴിവ് പറഞ്ഞു പിന്മാറാൻ നോക്കിയവനെ ആമേൻ ഹോരേബിൽ എത്തിച്ച് അവനെ ആമേൻ ദൈവിക മഹത്വത്തിന് വേണ്ടി ചേർത്ത് പിടിച്ച് ഹല്ലേലൂയ അവൻ്റെ ജീവിത യാത്രയിൽ ഒരുപാട് വേദനകൾ, ഒരുപാട് ഒറ്റപ്പെടലുകൾ, ഒരുപാട് ആമേൻ വേദനാജനകമായ അനുഭവങ്ങൾ ഒക്കെ കൊടുത്ത് ആമേൻ ദൈവം അവനെ ശക്തനായ ഒരു നേതാവാക്കി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ദൈവം നിന്നെ ഉപയോഗിക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടം, ഒരുപാട് വേദന, ഒരുപാട് പരിമിതികളൊക്കെ ആമേൻ ഉണ്ടാകാം. ഹല്ലേലൂയ. അതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന സ്വർഗ്ഗം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ മോശ ആമേൻ വടി നീട്ടി ആമേൻ അന്ന് രാത്രി സ്വർഗ്ഗം ഹല്ലേലൂയ ചെയ്യേണ്ടത് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഈ പകൽ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ദൈവം പറഞ്ഞത് ചെയ്യാൻ എത്ര പേര് തയ്യാറായിട്ടുണ്ട്? ഹല്ലേലൂയ. ദുഷ്ടന്റെ കൂടെ, പാപിയുടെ കൂടെ, പരിഹാസികളുടെ കൂടെ സമയം ചെലവഴിച്ചവരുണ്ട്. എന്നാൽ ഇന്ന് പകൽ കർത്താവിനോട് കൂടെ സമയം ചെലവഴിച്ചവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവവുമായിട്ടുള്ള ആ ബന്ധം ദൃഢമാക്കുന്നവരിലൂടെ അധികാരത്തിൻ്റെ കൈമാറ്റങ്ങൾ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, മോശ ആ കരം നീട്ടി, വടി നീട്ടി, രാത്രി സ്വർഗം ആമേൻ കിഴക്കൻ കാറ്റടിപ്പിച്ചു. മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റടിപ്പിച്ചു. മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് നിലമാക്കി. കണ്ടോ? ഹല്ലേലൂയ. ആമേൻ. കടലിലെ വെള്ളം ചിറ പോലെ നിന്നെന്ന് അവർ ഉണങ്ങിയ നിലത്തൂടെ സഞ്ചരിച്ചെന്ന് എന്തൊരു അത്ഭുതമല്ലേ. ഹല്ലേലൂയ. ദൈവം പറയുന്നത് നീ ചെയ്യുവാൻ തയ്യാറായാൽ നിന്നെ കൊണ്ടോ ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടോ ചെയ്യാൻ കഴിയാത്തത് ഒറ്റ രാത്രി കൊണ്ട് ദൈവം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ദൈവത്തിന് അധികം സമയമൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. നേരം പുലരുമ്പോൾ ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം കണ്ട് സന്തോഷിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ചലിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറഞ്ഞ് ഈ ദൂത് സ്വീകരിക്കും? ഹല്ലേലൂയ. ആമേൻ. വായിച്ചാട്ടെ. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇന്ന് രാത്രി ചിലത് നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ വേർപിരിയുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. നിനക്ക് തടസ്സമായി നിൽക്കുന്ന ആമേൻ, നിന്റെ ജോലിക്ക് തടസ്സമായി, നിന്റെ വിദ്യാഭ്യാസത്തിന് തടസ്സമായി, നിന്റെ ഭാവിക്ക് തടസ്സമായി നിൽക്കുന്ന, നിന്റെ ആരോഗ്യത്തിന് തടസ്സമായി നിൽക്കുന്ന ആമേൻ, നിന്റെ മുമ്പോട്ടുള്ള ഗമനത്തിന് തടസ്സമായി നിൽക്കുന്ന ആമേൻ സകല പ്രതിബദ്ധതകളും ഇന്ന് രാത്രി സ്വർഗം നിനക്ക് വേണ്ടി ആമേൻ ഇടപെട്ട് നീക്കുവാൻ തക്കവണ്ണം ഇടയാകും. പ്രഭാതത്തിൽ ദൈവത്തിന്റെ ഗ്ലോറിയിൽ ആമേൻ മുന്നോട്ട് പോകുവാൻ ഇടയാകും. വിശ്വസിക്കുന്നവർ കരമടിച്ച് നന്ദിയോടെ ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് കൂടി. ആമേൻ. ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ഹല്ലേലൂയ. അപ്പാ പിതാവിനെ വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ ആമേൻ പ്രാപിച്ചിട്ടുണ്ടോ? നീ ദൈവത്തിന്റെ പൈതലാണോ? ഹല്ലേലൂയ. നീ ഉണങ്ങിയ നിലത്തൂടെ ആമേൻ അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി ലോകത്തിൽ ആരും ചെയ്യുന്നില്ലെങ്കിലും, നിനക്ക് വേണ്ടി ആരും കരം നീട്ടുന്നില്ലെങ്കിലും നിനക്ക് വേണ്ടി ആമേൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
പിറുപിറുക്കുന്നവരോട് പറയാ, ഒരഭിഷക്തൻ നിന്റെ വീട്ടിലുണ്ടോ? ആമേൻ. അഭിഷേകമുള്ളവർ നിന്റെ കൂട്ടത്തിലുണ്ടോ? ഹല്ലേലൂയ. അഭിഷേകം നിന്റെ ജീവിതത്തിലുണ്ടോ? അത്ഭുതങ്ങൾ സംഭവിക്കും. അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം മുഖം തകരുമെന്ന നിവരുവാൻ കഴിയാതെ, ഉയരുവാൻ കഴിയാതെ ആമേൻ ആയിരിക്കുന്ന ചില ജീവിതങ്ങളോട് ഇന്ന് രാത്രി പറ, ഹല്ലേലൂയ. നീ ആത്മാവിൽ ഒന്ന് കത്തിക്കേറാൻ തയ്യാറാകുക. ഹല്ലേലൂയ. നീ ആത്മാവിൽ ആമേൻ ഒന്ന് ചലിക്കാൻ തയ്യാറാകുക, മൂവ് ചെയ്യാൻ തയ്യാറാകുക. ഹല്ലേലൂയ. നിന്റെ ബുദ്ധി കൊണ്ട് നടക്കാത്തത്, നിന്റെ കഴിവ് കൊണ്ട് നടക്കാത്തത്, ആമേൻ, നിന്റെ അറിവ് കൊണ്ട് നടക്കാത്തത് ആത്മാതലത്തിൽ നീ കേറുമ്പോ ഹല്ലേലൂയ അതെ അത് സംഭവിക്കും. പഠിപ്പില്ലാത്തവരെന്ന് പറഞ്ഞ് ഒതുക്കാൻ നോക്കിയ, സാമാന്യ ജനമെന്ന് പറഞ്ഞ് ഒതുക്കാൻ നോക്കിയ ആമേൻ അതെ കാലഘട്ടം പത്രോസിന്റെയും യോഹന്നാന്റെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവർ പ്രാപിച്ച ആത്മാവിൽ അവർ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോ അവരുടെ നിഴൽ തട്ടുന്നെടുത്ത് രോഗികൾ സൗഖ്യമായെന്ന്. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നു പോയി. അവിടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. മിസ്രൈമ്യർ പിന്തുടർന്നു. ഫറവോനും കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സമ്പത്തിൽ നിന്ന് മിസ്രൈമ സൈന്യത്തെ നോക്കി മിസ്രൈമ സൈന്യത്തെ താറുമാറാക്കി. ഹല്ലേലൂയ. പ്രിയരെ, ആമേൻ, നീ ചെയ്യേണ്ടത് ചെയ്താൽ ഹല്ലേലൂയ ദൈവം ചെയ്യേണ്ടത് നിനക്ക് വേണ്ടി ചെയ്യും. പ്രൈസ് ഗോഡ്. നീ നോക്കിയിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. നീ ശത്രുവിനെ ആമേൻ സംഹരിക്കുവാൻ, പരാജയപ്പെടുത്തുവാൻ നീ നോക്കിയിട്ട് കാര്യമില്ല, നീ പരിശ്രമിച്ചിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ ചെയ്യേണ്ടത് ചെയ്യുവാൻ തയ്യാറായ നിനക്ക് വേണ്ടി സ്വർഗം വൻ കാര്യങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ നിന്റെ ജീവിതത്തിലും ആ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരാമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ലൈവിൽ പങ്കെടുത്തവർക്കായുള്ള ആമേൻ പ്രാർത്ഥന ഈ സമയം ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രത്തോടെ അല്പസമയം ദൈവസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അതരങ്ങളെ തുറന്ന് എവിടെയായിരുന്നാലും ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രിയിൽ ഈ ലൈവിൽ പങ്കെടുത്ത ഓരോ മകനെയും മകളെയും അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ആരും കാണാത്ത കണ്ണീർ അങ്ങ് കാണുന്നുണ്ടല്ലോ, ആരും അറിയാത്ത ഭാരങ്ങൾ അങ്ങ് അറിയുന്നുണ്ടല്ലോ. ഇന്ന് രാത്രി ചില തകർന്ന ഹൃദയത്തോടെയാണ് ആമേൻ ചിലർ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ചിലർ രോഗഭാരത്തോടെയാണ് ഇരിക്കുന്നത്, ചിലർ കടഭാരത്തോടെയാണ് ഇരിക്കുന്നത്, ചിലർ കുടുംബ പ്രശ്നങ്ങളാൽ ഉറങ്ങാൻ പോലും കഴിയാതിരിക്കുന്നു. കർത്താവേ, ചെങ്കടലിനെ പിൻവാങ്ങിച്ച അതേ ശക്തിയാൽ അവരുടെ വഴിയിലെ തടസ്സങ്ങൾ നീക്കണമേ. ഇപ്പോൾ ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അതിവേഗം സഞ്ചരിക്കുന്ന ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇപ്പോൾ ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ. Touch the Holy Spirit, the name of Jesus. നീണ്ട നാളുകളായി ഉത്തരം ലഭിക്കാതെ കാത്തിരിക്കുന്നവർക്ക് പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ആമേൻ. രോഗത്താൽ വേദനിക്കുന്നവരുടെ മേൽ സൗഖ്യത്തിന്റെ അഭിഷേകം ഇപ്പോൾ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഭയവും നിരാശയും
ആമേൻ, ഹല്ലേലൂയ. ആത്മവിശ്വാസക്കുറവും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. ഇന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത് ഈ ദിവസങ്ങളിൽ അങ്ങയുടെ മഹത്വം ആയി മാറും. സാക്ഷ്യത്തോടെ അങ്ങ് മഹത്വപ്പെടുത്തട്ടെ. ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന തകർച്ചകളെ അങ്ങ് തടഞ്ഞു നിർത്തണമേ. അപകടങ്ങളെ തടയണമേ. നഷ്ടങ്ങളെ തടയണമേ. വീടുകളിലെ കലഹങ്ങളെ തടയണമേ. രോഗത്തിന്റെ വ്യാപനത്തെ തടയണമേ. ശത്രുവിന്റെ പദ്ധതികളെ തടയണമേ. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി കേട്ട വചനം ഓരോ ഹൃദയത്തിലും ജീവനായി മാറട്ടെ. യേശു ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാനും പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവാനും നിത്യജീവന്റെ വഴിയിൽ നടക്കുവാനും കൃപ നൽകണമേ. യേശു ക്രിസ്തുവിന്റെ അത്യുന്നത നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുന്നുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. ഒരാത്മാവ് ഭൂലോകത്തേക്കാൾ വിലയുള്ളതാണ്. എത്രയോ പ്രിയപ്പെട്ടവർ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ കഴിയാതെ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നു. സ്നേഹിത, ഒരുപക്ഷെ നിങ്ങളുടെ ഷെയർ കൊണ്ട് ഒരാത്മാവിനെ നേടുവാൻ കഴിയും. ഇതൊരു വരുമാന മാർഗമാക്കി ആമേൻ കാണരുതേ. ഹല്ലേലൂയ. പാപം ചെയ്ത ദൈവത്തിൽ അകന്നുപോയ മനുഷ്യനെ നിത്യതയോട് അടുപ്പിക്കുന്ന നിത്യജീവന്റെ മൊഴി ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഈ ആമേൻ ആ ക്രമീകരണങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥനയോടെ ഈ ഗാനം ശ്രവിച്ചാൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശുവേ എൻ ജീവിതനാഥ, എൻ വഴിയിലെ വെളിച്ചമേ, ചെങ്കടലിൻ നടുവിലൂടെ വഴിയൊരുക്കും ദൈവമേ, തകർച്ചകൾ തടഞ്ഞിടുന്ന കരുണ നിറഞ്ഞ പിതാവേ, കണ്ണീരിനെ തുടച്ചിടുന്ന സ്നേഹമുള്ള യേശുവേ, നഷ്ടങ്ങളിൽ പ്രത്യാശ തന്നു നന്മയിലേക്ക് നടത്തിടും, രോഗങ്ങളിൽ സൗഖ്യം നൽകി ശക്തിയോടെ ഉയർത്തിടും. നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു, ഹൃദയം തുറന്ന് ആരാധിക്കും, എൻ ജീവനും എൻ സർവവും യേശുവിനായി സമർപ്പിക്കും. ഗോഡ് ബ്ലെസ് യു. നാളെ രാവിലെ 6:30 വീണ്ടും
നമുക്ക് ഒരുമിച്ച് ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളികളായി കൂടി വരാം. അതുവരെ ദൈവമായ കർത്താവ് എല്ലാവരെയും അവിടെ ഇവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. മാറാ നാഥ.